എന്റെ ദൈവമേ, രാവിലെ തന്നെ മൂഡ് പോയി. ഇന്ന് ഒരു ഓഫ് ഡേ ആണ്, പക്ഷെ ഇന്ന് നമ്മൾ പുറത്തെങ്ങും പോകുന്നില്ല. നാട്ടിൽ പോകാൻ ഇനി വളരെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. സ്ട്രെസ്സും ടെൻഷനും സങ്കടവും സന്തോഷവും ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. എത്ര ബിസി ആണെങ്കിലും രാവിലെ എണീച്ചുള്ള നമ്മുടെ മെയിൻ പരിപാടി വായുനോട്ടം മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ രാവിലെ ഉറക്കൊണിച്ച് ഇന്നൊരു ചായയിലും ഒരു ആലു പൊറോട്ടിലും തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. കുറെ നാളിന് ശേഷമാണ് എന്റെ ഒരു ഡേ ഇങ്ങനെ പ്രോപ്പറായിട്ട് പോകുന്നത്. 8 മണിക്ക് ഉറക്കം അണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വർക്കിലേക്ക് ഇരിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. നാട്ടിൽ പോകാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതിന് മുന്നിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നൊരു ഡേ ഫുള്ളും നമ്മൾ വീട്ടിലിരുന്ന് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാൻ പോവുക. വളരെ സമാധാനവും സന്തോഷവും ഉള്ള ഒരു ഡേ ആയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പുറത്തു പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സമ്മറാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ സൂര്യന്റെ വെളിച്ചമൊക്കെ കൊണ്ട് കുറച്ച് വിറ്റമിൻ ഡി ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. സംസാരിച്ചിരിക്കാൻ നമുക്ക് ഒട്ടും സമയമില്ല. ഏകദേശം 1.5 മാസത്തിന് മുന്നിലെ വരെ എടുത്തു വെച്ചേക്കുന്ന പല വീഡിയോസും ഇതുവരെ ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടില്ല. അതിനുള്ള സമയം കിട്ടില്ല എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എഡിറ്റിംഗ് മാത്രമല്ല, ലാപ്ടോപ്പിലും ടാബിലും ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ബിൽസും ഫൈനും എല്ലാം അടച്ച് തീർക്കുക, ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഞാൻ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് പാള. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ എൻ്റെ സെൽഫ് ഒന്ന് എൻജോയ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് വീട്ടിലടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് വന്ന ഫോൺ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കൊളാബറേഷൻസ് എല്ലാം സെറ്റാക്കി അടിപൊളിയായിട്ട് ഒരു ഡേ തന്നെയായിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചില്ല് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ എഡിറ്റിംഗിലൊന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കാൻ വരത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നാട്ടിലേക്ക് പോകണം എന്നാണ് എന്റെ വിചാരം. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞങ്ങൾ തമ്മിൽ പരസ്പരം അടിയായി, വഴക്കായി, എന്തൊക്കെയോ തെറിവിളികളായി. അവസാനം എനിക്ക് ദേഷ്യം. ആ ദേഷ്യം മാറ്റാൻ വേണ്ടി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ചോറും അങ്കമാലി മാങ്ങാക്കറിയും മീൻ പൊരിച്ചതും കൂർക്ക ഉപ്പേരി റിയേന്റെ മീൻകറിയും എടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ പോർഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഞാൻ കഴിച്ച് തീർത്തിട്ടില്ല. വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കി എന്ന് തന്നെ പറയാമല്ലോ. പക്ഷെ അതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പ്രോപ്പറായിട്ട് രാവിലെ 8 മണിക്ക് ഉറക്കം വെച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് കിട്ടുമ്പോൾ സന്തോഷം വേറെ തന്നെയാണ്. അപ്പോഴാണ് അടുത്ത സംഭവം. വന്ന ലെറ്റർ എല്ലാം പൊട്ടിച്ച് വായിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് വാട്ടർ ബില്ല് വന്നത്. കണ്ടപ്പോൾ ഞാൻ തന്നെ ലെട്ടിപ്പോയി. ഒരു വർഷത്തേക്ക് 637 പൗണ്ട് ഇപ്പൊ തന്നെ അടയ്ക്കണം. ആ വിഷമം മാറ്റാൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചില്ലാന്ന് വിചാരിച്ചു. വീണ്ടും ഡാൻസ് വെച്ച് പാട്ടായി. ഇനി അടുത്ത നമുക്ക് സെൽഫ് കെയറിലേക്ക് നടക്കാം. കുളിച്ച് സുന്ദരിയായിട്ട് വരിക, മേലും കഴുകി ഡ്രസ്സൊക്കെ മാറ്റി പാട്ടും ഡാൻസും കോൾസും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. ഇനി അടുത്ത വീണ്ടും ബാക്ക് ടു വർക്ക്. ഇന്ന് നമ്മൾ ഇത് തീർത്തേ പറ്റൂ എന്തൊക്കെ വന്നാലും. കാരണം ഒരേ ഒരു ഓഫാണ്, ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇരുന്നും കിടന്നും നിന്നും നടന്നും ഒക്കെ എങ്ങനെയൊക്കെ ഒരുവിധം എല്ലാം അവസാനിപ്പിച്ചു. ഇനി എന്താ, ഹാപ്പിനെസ് അൾട്ടിമേറ്റ് ആണ് കേട്ടോ. കാരണം നാട്ടിൽ പോവല്ലേ, ഇനി ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. നാട്ടിൽ പോകുന്നതും അതിന് മുന്നിലുള്ള പർച്ചേസിങ്ങും എല്ലാം. ഫൈനലി ഈ ദിവസം ഞാൻ എടുത്ത പോലെ തന്നെ എന്റെ വർക്ക് എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി 4-5 ദിവസം കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആണ്. അത് കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റ് കയറി നാട്ടിലേക്ക്.